ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദേവിപ്രിയ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 6862 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 26 മരണവും. 8802 പേർക്ക് രോഗമുക്തി. വയനാട്ടിൽ പോലീസിന്റെ തണ്ടർബോൾട്ട് സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. സംസ്ഥാനത്ത് 159 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് സൂപ്പർ ഡീലക്സ് സർവീസുകളിൽ 3 ദിവസം ടിക്കറ്റ് നിരക്കിൽ 25% ഇളവ് പ്രഖ്യാപിച്ചു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവും ബിജെപി സംസ്ഥാന അധ്യക്ഷനും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 6862 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. തൃശൂർ 856, എറണാകുളം 850, കോഴിക്കോട് 842, ആലപ്പുഴ 760, തിരുവനന്തപുരം 654, കൊല്ലം 583, കോട്ടയം 507, മലപ്പുറം 467, പാലക്കാട് 431, കണ്ണൂർ 335, പത്തനംതിട്ട 245, കാസർഗോഡ് 147, വയനാട് 118, ഇടുക്കി 67 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 26 മരണങ്ങളാണ് ഇന്ന് കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 1559 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 107 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5899 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 783 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ചികിത്സയിലായിരുന്ന 8802 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തൃശൂരിലെ വിയ്യൂർ ജയിലിൽ 2 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 49 പേരിൽ നടത്തിയ പരിശോധനയിൽ തടവുകാരനും ജയിൽ ജീവനക്കാരനുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 92% അടുക്കുന്നു. ഇതുവരെ 76 ലക്ഷത്തിലേറെ പേരാണ് കോവിഡ് മുക്തരായത്. ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4,73,00,000 കഴിഞ്ഞു. ഇതുവരെ 12,11,000-ത്തിലധികം പേരാണ് മരിച്ചത്. 3,40,00,000-ത്തിലേറെ പേർ രോഗവിമുക്തരായി. വയനാട്ടിൽ പോലീസ് ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. വയനാട് പടിഞ്ഞാറത്തറ കാപ്പിക്കളം മീൽമൂട്ടി മലമുകളിൽ വച്ചാണ് പോലീസും മാവോവാദികളും തമ്മിൽ ഏറ്റുമുട്ടിയത്. വിശദാംശങ്ങളുമായി വയനാട് നിന്നും ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ്. ഇൻക്വസ്റ്റ് നടപടികൾ ഇനിയും പൂർത്തിയായിട്ടില്ല. വയനാട് സബ് കളക്ടർ വി ഭരദ്രാജിന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. കണ്ണൂർ റേഞ്ച് ഐജി സേതുമാധവൻ IPS, വയനാട് ജില്ലാ പോലീസ് മേധാവി ജി പൂങ്കുഴലി, ആന്റി നക്സസ് സ്ക്വാഡ് മേധാവി ചൈത്ര തെരേസ ജോൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നത്. പോലീസിന്റെ പതിവ് പരിശോധനയ്ക്കിടയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. എന്നാൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് പ്രവർത്തകനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. 2 മാസം മുൻപും പ്രദേശത്ത് മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ 6 പേരടങ്ങുന്ന സംഘമാണ് പോലീസിന് നേരെ ആക്രമണം നടത്തിയതെന്നും ജില്ലാ പോലീസ് മേധാവി ജി പൂങ്കുഴലി അറിയിച്ചു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 119 വില്ലേജ് ഓഫീസുകൾ ഉൾപ്പെടെ 159 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും. നിർമ്മാണം പൂർത്തീകരിച്ച 4 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. ഇതിനു പുറമെ 11 ജില്ലകളിലായി 6526 പട്ടയങ്ങളുടെ വിതരണവും നടക്കും. സംസ്ഥാനത്ത് 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 46 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും 79 കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവും നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. കാർഷിക യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്ന കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ സർക്കാർ സാമ്പത്തിക സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷം 100 കോടി രൂപ ഇത്തരത്തിൽ വായ്പ നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി.
ഈ പദ്ധതി പ്രകാരം കർഷകർക്ക് യന്ത്രോപകരണങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിന് വ്യക്തിഗത ആനുകൂല്യം നൽകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ചിട്ടുള്ള കാർഷിക യന്ത്ര പരിശോധനാ കേന്ദ്രങ്ങളിൽ നിന്നും ഗുണമേന്മ അംഗീകാരം ലഭിച്ചിട്ടുള്ള യന്ത്രോപകരണങ്ങൾ മാത്രമേ ഈ പദ്ധതി പ്രകാരം വിതരണം ചെയ്യാൻ കഴിയൂ. കോവിഡ് ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനും വിളകൾക്ക് ന്യായവില ഉറപ്പുവരുത്താനും അതിലൂടെ കർഷകരുടെ സംരക്ഷണം ഉറപ്പുവരുത്താനുമാണ് സർക്കാർ പരിശ്രമിച്ചു വരുന്നത്. ഈ രംഗത്ത് യന്ത്രവൽക്കരണം കൂടുതൽ ജനകീയമാക്കുന്നതിലൂടെ അതിലും കൂടുതൽ ഉൽപാദനം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. ഇതുകൂടാതെ തളിപ്പറമ്പ് വുഡ് ഇൻഡസ്ട്രീസ് പ്രോജക്ട്, പിണറായി കൺവെൻഷൻ സെന്റർ, എരുമക്കുഴി സന്മതി ഉദ്യാനം എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും കൊല്ലം ജില്ലയിലെ പെരുമൺ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കെഎസ്ആർടിസി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, സൂപ്പർ ഡീലക്സ് എന്നീ സർവീസുകളിൽ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ടിക്കറ്റിൽ 25% വരെ ഇളവ് പ്രഖ്യാപിച്ചു. നാളെ മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. കോവിഡ് പ്രതിസന്ധി കാരണം ദീർഘദൂര സർവീസുകളിൽ നിലവിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ജെ.സി. ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ഹരിഹരന്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. പ്രമുഖ എഴുത്തുകാരൻ എം.ടി. വാസുദേവൻ നായർ അധ്യക്ഷനായ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. 5 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാരത്തിന് കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി അർഹനായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതിനുള്ള മാർഗ്ഗരേഖ റവന്യൂ വകുപ്പ് പുറത്തിറക്കി. ഗുരുതരമായ രോഗമുള്ളവരും വാർഷിക വരുമാനം 2 ലക്ഷം കവിയാത്തവർക്കും ചികിത്സാ ധനസഹായത്തിന് അപേക്ഷിക്കാം. വിശദവിവരങ്ങളുമായി ശ്യാമ. ഒരു വ്യക്തിക്ക് ഒരു തവണ മാത്രമേ ധനസഹായം അനുവദിക്കൂ. ക്യാൻസർ, വൃക്കരോഗം തുടങ്ങിയ രോഗങ്ങൾക്ക് ചികിത്സയിൽ കഴിയുന്നവർക്ക് ധനസഹായം ലഭിച്ച് 2 വർഷത്തിന് ശേഷം വീണ്ടും അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം രോഗവിവരം കൃത്യമായി പ്രതിപാദിക്കുന്ന 6 മാസത്തിനകമുള്ള അസൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, മേൽവിലാസം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പുകൾ കൂടി സമർപ്പിക്കണം. അപകടങ്ങളിൽ മരിക്കുന്നവരുടെ ആശ്രിതർ മരണ സർട്ടിഫിക്കറ്റ്, എഫ്ഐആർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവയുടെ പകർപ്പ് സഹിതം മരണം നടന്ന് 1 വർഷത്തിനകം ധനസഹായത്തിന് അപേക്ഷിക്കാം. കൂടാതെ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത വാസഗൃഹങ്ങൾ, ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ തീപിടുത്തത്തിൽ നശിച്ചാലും, വള്ളം, ബോട്ട്, മത്സ്യബന്ധനോപാധികൾ എന്നിവയ്ക്ക് നാശനഷ്ടമുണ്ടായാലും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം ലഭിക്കും. വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ധനസഹായം അനുവദിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര ഏജൻസികളെ ഭീഷണിപ്പെടുത്തി സ്വർണ്ണക്കടത്ത് അന്വേഷണവും മറ്റ് അഴിമതി അന്വേഷണങ്ങളും അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബോധപൂർവ്വം ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തങ്ങളുടെ അഴിമതികൾ പുറത്തുവരുമെന്ന ഭയമാണ് മുഖ്യമന്ത്രിക്കെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിൽ പടിഞ്ഞാറേത്തറയ്ക്ക് സമീപം വാളാരം കുന്നിൽ പോലീസ് നടപടിയിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ട സംഭവത്തെയും പ്രതിപക്ഷ നേതാവ് അപലപിച്ചു. ദേശീയ ഏജൻസികളുടെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേന്ദ്ര ഏജൻസികളുടെ അധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനില്ല. താൻ പറയുന്ന പോലെ അന്വേഷണം നടക്കണമെന്ന് മുഖ്യമന്ത്രി വിചാരിച്ചാൽ അത് നടപ്പില്ലെന്നും കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. പൊതുവിദ്യാലയങ്ങൾ തുറക്കുന്നത് സംബന്ധിച്ച് സർക്കാർ തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ലെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് അറിയിച്ചു. ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓഹരി വിപണികളിൽ നേട്ടം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 503 പോയിന്റ് ഉയർന്ന് 40,261-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 144 പോയിന്റ് ഉയർന്ന് 11,813-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. പവന് 37,800 രൂപയും ഗ്രാമിന് 4,725 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്ന് 6,862 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 26 മരണവും. 8,802 പേർക്ക് രോഗമുക്തി. വയനാട്ടിൽ പോലീസിന്റെ തണ്ടർബോൾട്ട് സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. സംസ്ഥാനത്ത് 159 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കെഎസ്ആർടിസി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, സൂപ്പർ ഡീലക്സ് സർവീസുകളിൽ 3 ദിവസം ടിക്കറ്റ് നിരക്കിൽ 25% ഇളവ് പ്രഖ്യാപിച്ചു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവും ബിജെപി സംസ്ഥാന അധ്യക്ഷനും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഇനി 7:25-ന്.